0, -7, 7, -1, -8 എന്നിവയിൽ ഏറ്റവും വലിയ സംഖ്യയുടെയും ഏറ്റവും ചെറിയ സംഖ്യയുടെയും തുകയും വ്യത്യാസവും കാണുക. നമുക്കിവിടെ 0 ഉണ്ട്, കുറച്ച് നെഗറ്റീവ് സംഖ്യകളുണ്ട്, പോസിറ്റീവ് സംഖ്യയുണ്ട്. ഇതിൽ ഏറ്റവും വലുത് എപ്പോഴും ഏറ്റവും വലിയ പോസിറ്റീവ് സംഖ്യയായിരിക്കും ഏറ്റവും വലുത്. ഏറ്റവും വലിയ പോസിറ്റീവ് സംഖ്യയാണ് ഏറ്റവും വലുത്. ഇതിൽ പോസിറ്റീവ് സംഖ്യ ഒരെണ്ണേ ഉള്ളൂ, 7. അപ്പോൾ അതാണ് ഇതിൽ ഏറ്റവും വലുത്. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ 7. ഇനി ഈ നെഗറ്റീവ് സംഖ്യകളെ കുറിച്ച് പറയുമ്പോൾ, നെഗറ്റീവ് സംഖ്യകൾ വലുതാവും തോറും അതിൻ്റെ മൂല്യം ചെറുതായി വരും. നെഗറ്റീവ് സംഖ്യകൾ വലുതാവും തോറും മൂല്യം ചെറുതാവും. അപ്പോൾ അതിൽ നെഗറ്റീവ് സംഖ്യകളുടെ ഏറ്റവും വലുത് ഇവിടെ കാണുന്നത് -8ആണ്, പക്ഷേ അതിൻ്റെ മൂല്യമാണ് ഏറ്റവും കുറവ്. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ സംഖ്യ -8. -8നേക്കാൾ തൊട്ട് വലുതാണ് -7. കുറച്ചുകൂടി വലുതാണ് -1. അതിനേക്കാൾ വലുതാണ് 0. ഏറ്റവും വലുതാണ് 7. അങ്ങനെയാണ് പോവുക. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? -8. ഏറ്റവും ചെറിയ സംഖ്യ -8. ഇനി എന്താ ചോദിച്ചിരുന്നത്? ഇതിൻ്റെ രണ്ടിനെയും തുകയും കാണണം, വ്യത്യാസവും കാണണം. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ആദ്യം തുക കാണാം. രണ്ടും കൂടി കൂട്ടുക. 7 + -8. കൂട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? പോസിറ്റീവ് നെഗറ്റീവ് കൂടി നമ്മൾ കൂട്ടുകയല്ല ചെയ്യുക, കുറച്ചിട്ട് വലുതിനെ ചിഹ്നം. അപ്പോൾ ഇത് പോസിറ്റീവ് നെഗറ്റീവാണ്. കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 8 7 കുറച്ചാൽ 1 കിട്ടും. ഇതിൽ നോക്കുമ്പോൾ വലിയ സംഖ്യ 7 8 ആകുമ്പോൾ വലിയ സംഖ്യ 8ആണ്. അതിൻ്റെ ചിഹ്നം എന്താ? നെഗറ്റീവ്. ഉത്തരം -1. ഇനി തമ്മിൽ വ്യത്യാസം കാണാൻ പറഞ്ഞിട്ടുണ്ട്. വ്യത്യാസം കാണുക പറഞ്ഞ അർത്ഥം വലുതെന്ന് ചെറുത് കുറയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? 7ന്ന് -8 കുറയ്ക്കണം. 7 കുറയ്ക്കണം -8. കുറയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഏതാണോ കുറയ്ക്കണത് അതിൻ്റെ ചിഹ്നം മാറ്റി കൂട്ടണം. അപ്പോൾ 7 എഴുതി, ഏതാ കുറയ്ക്കണം? -8 അതിൻ്റെ ചിഹ്നം മാറ്റി പോസിറ്റീവ് ആക്കി ചിഹ്നം മാറ്റിയിട്ട് കൂട്ടണം. അപ്പോൾ 7 8 കൂട്ടിയ ഉത്തരം 15.